കെവിൻ, വി ഡി സതീശൻ ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇന്ന് കുറച്ച് മണിക്കൂറുകൾ മുൻപ് അദ്ദേഹം വെളിപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. SIT സംഘത്തെ സ്വാധീനിക്കാൻ CPM ശ്രമിച്ചിട്ടുണ്ട്. SIT സംഘത്തിലുള്ള 2 ഉദ്യോഗസ്ഥർ CPM അനുഭാവികളാണ് തുടങ്ങിയ കുറച്ച് ആരോപണങ്ങൾ അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണമായും ഖണ്ഡിക്കുന്ന കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് എന്താണ്? SIT സംഘത്തിന് യാതൊരു സമ്മർദ്ദവും കൊടുക്കുന്നില്ല, അന്വേഷണത്തിൽ ഇടപെടുന്നില്ല എന്നൊക്കെയാണ്. അപ്പോൾ VD സതീശൻ പറഞ്ഞ കാര്യങ്ങൾക്ക് വസ്തുതയുണ്ടാകുമോ? അല്ല, VD സതീശൻ പറഞ്ഞതിൽ വസ്തുത ഉണ്ടാകുന്നു. പോലീസ് സേനയ്ക്കകത്ത് ഇപ്പോൾ ഇടയ്ക്ക് വെച്ച് നമുക്കറിയാം, IAS ഓഫീസർമാർക്കിടയ്ക്ക് RSSകാരുണ്ട് എന്നൊരു പരാമർശം നമ്മൾ ഗോപാലകൃഷ്ണന്റെ സ്ക്രീൻഷോട്ടൊക്കെ ചോർന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ കണ്ടിരുന്നു. അതേപോലെ പോലീസ് സേനയിലുണ്ടെന്ന്, അത് CPM-കാരും ഉണ്ട്, കോൺഗ്രസ്സുകാരുണ്ട്, അതേപോലെ BJP-കാരുണ്ട്. പക്ഷേ SIT പോലെ ഹൈക്കോടതി നേരിട്ട് നടത്തുന്ന ഒരു അന്വേഷണത്തിൽ SIT-ക്കകത്ത് CPM-കാർ വിവരങ്ങൾ ചോർത്തുന്നു എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കത്തക്ക വിധമുള്ള തെളിവുകളില്ലാത്ത സാഹചര്യത്തിൽ അതൊരു ആരോപണമായി മാത്രം നിലനിൽക്കുന്നുള്ളതാണ് ഈ സാഹചര്യത്തിൽ പറയാൻ കഴിയുന്നത്. അപ്പോൾ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. SIT സംഘത്തിൽ 2 CPM അനുഭാവികൾ, CPM-നെ നന്നായി സ്നേഹിക്കുന്ന 2 ഉദ്യോഗസ്ഥരുണ്ടെന്നിരിക്കട്ടെ. അപ്പോൾ സ്വാഭാവികമായും അറിയുന്ന കാര്യങ്ങൾ, ചിലപ്പോൾ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ CPM-നുള്ളിൽ തന്നെയുള്ള സുഹൃത്തുക്കളോട് പങ്കുവയ്ക്കാനും അതുപോലെ തന്നെ നേതാക്കളോട് അത് പറഞ്ഞു കൊടുക്കാനുള്ള സാധ്യത എങ്ങനെയാണ് തള്ളിക്കളയാൻ സാധിക്കുക? അല്ല, നോക്കൂ, അതിപ്പോ ഒരു പ്രൊഫഷണലായിട്ട് ഇത്തരത്തിൽ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടത്തുന്ന ഒരു കേസിന്റെ സുപ്രധാനമായ വിവരങ്ങൾ ഇപ്പം സ്വന്തം ജീവിത പങ്കാളിയോട് പോലും ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പങ്കുവയ്ക്കാൻ പാടില്ല എന്നുള്ളതാണ് അതിന്റെ നിയമം. അത്തരത്തിലുള്ള കോൺഫിഡൻഷ്യൽ ആയിട്ട് കാര്യങ്ങൾ ഇപ്പോൾ പല കാര്യങ്ങളും ചോരുന്നത് അങ്ങനെയാണ്. ഇപ്പോൾ എന്താണ്, പല കൂട്ടുകാരോട് പറഞ്ഞ് അല്ലെങ്കിൽ പല നമുക്കുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പല വ്യക്തികളോട് ഇത്തരം വിവരങ്ങൾ ചോർത്തുകയോ അല്ലെങ്കിൽ പറയുകയോ. ഇപ്പോൾ ഞാനൊരു മാധ്യമപ്രവർത്തകനാണ്, അല്ലെങ്കിൽ മേഘ ഒരു മാധ്യമപ്രവർത്തകയാണ്. അപ്പോൾ രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന ഒരാൾ, നമ്മുടെ തൊഴിൽ എന്താണ്, മാധ്യമ പ്രവർത്തനമാണെന്ന് അറിയുന്നതുകൊണ്ട് തന്നെ നമ്മളുടെ ഒരു കോമൺ സുഹൃത്തായ രാഷ്ട്രീയക്കാരൻ അവരുടെ പാർട്ടിയെ സംബന്ധിക്കുന്ന ഒരു കാര്യം നമ്മളുമായിട്ട് ഒരു തമാശയ്ക്ക് എന്നോണം പറഞ്ഞാലും അതിൽ നിന്ന് പിക്ക് ചെയ്യാനുള്ള സാധ്യത നമ്മുടെ ജോലിയുടെ ഭാഗമായി നമുക്കുണ്ടാകും. അത് അത്തരത്തിൽ സൂക്ഷിച്ച് സംസാരിക്കുന്നവരുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർ, അത്രയും ഇൻ്റലിജൻറ്റോടുകൂടി വിജിലൻ്റായിട്ട് പെരുമാറേണ്ട പോലീസ് ഉദ്യോഗസ്ഥർ ഇത്തരത്തിലൊരു കാര്യം ചോർത്തി കൊടുക്കും എന്ന് ഈ ഘട്ടത്തിൽ തെളിവുകളില്ലാത്ത സാഹചര്യത്തിൽ. ശരി, തെളിവുകളില്ല എന്ന് സമ്മതിക്കുന്നു. പക്ഷേ ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി ഇടപെട്ട ഒരു അന്വേഷണ സംഘത്തെ നിയമിക്കുന്നു. അതിനുശേഷം അന്വേഷണം നടക്കുന്നു. ഉണ്ണികൃഷ്ണൻ പൊറ്റിയുമായിട്ട് ഈ ലോകമെല്ലാം കറങ്ങി തെളിവ് സമാഹരണം നടത്തുന്നു. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഈ കേസ് എങ്ങും എത്തിയിട്ടില്ല എന്നുള്ളതിൽ സംശയമൊന്നുമില്ലല്ലോ. അല്ല, കേസ് എങ്ങും എത്തിയിട്ടില്ല. കേസ് എങ്ങും എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഉണ്ണികൃഷ്ണൻ പൊറ്റി എന്തൊക്കെ കടത്തി, അല്ലെങ്കിൽ മറ്റുള്ളവർ എന്തൊക്കെ കടത്തി, എവിടെയൊക്കെ കടത്തി, ഒരു സാധനം ഒരിടത്ത് നിന്ന് മാറ്റിയെങ്കിൽ അത് മറ്റൊരു സ്ഥലത്ത് മറ്റൊരു ഫോമിലെങ്കിലും അത് ഉണ്ടാകണമല്ലോ. അത് വീണ്ടെടുക്കാൻ SIT സംഘത്തിന് കഴിഞ്ഞിട്ടില്ല. അതുപോലെ കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യുന്നത് കുറെ വൈകിപ്പിച്ചിരുന്നു. കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തത് പുറത്തറിയാൻ 2 ദിവസങ്ങൾ എടുക്കുന്നു. അപ്പോൾ ഇതെല്ലാം കാണുമ്പോൾ സ്വാഭാവികമായും പൊതുജനത്തിനും അല്ലെങ്കിൽ പ്രതിപക്ഷത്തിരിക്കുന്ന കോൺഗ്രസിനും അതുപോലെ തന്നെ PR വർക്കിൽ ജീവിക്കുന്ന BJP-ക്കും ഒക്കെ ഇതിൽ സംശയം തോന്നുമല്ലോ. അപ്പോൾ പ്രതിപക്ഷ നേതാവാണ് പറയുന്നത് അതിൽ എന്തൊക്കെയോ അപാകതകളുണ്ട്, SIT സംഘത്തിൽ നിന്ന് കാര്യങ്ങൾ ചോർന്നു പോകുന്നുണ്ട് എന്ന് പറയുമ്പോൾ അതിൽ എന്തെങ്കിലും ഒരു വസ്തുത അല്ലെങ്കിൽ സംശയമായി തന്നെ നിലനിൽക്കില്ലേ പൊതുജനത്തിനിടയിലെങ്കിലും? നോക്കൂ, അതായത് പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ കേസിനെ സംബന്ധിച്ച് മാധ്യമ വാർത്തകളല്ലാതെ വസ്തുനിഷ്ഠമായി പബ്ലിക് ഡൊമൈനിൽ ലഭ്യമാകുന്ന വിവരങ്ങളൊന്നും തന്നെ ലഭിച്ചിട്ടില്ല. ആദ്യത്തെ കാര്യം. ഇതിൽ രണ്ടാമത് എന്താണ്, കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല. ഇത് ചാനലുകാർ അല്ലെങ്കിൽ മാധ്യമങ്ങൾ അവരുടെ വാർത്താ മൂല്യത്തിന് വേണ്ടി ഇങ്ങനെ പെരുപ്പിച്ച് കാട്ടി വാർത്തകൾ ഒരു പരിധി വരെ ചെയ്യുന്നുണ്ട്. ആദ്യത്തെ കാര്യം നോക്കൂ, ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി ആദ്യ സമയത്ത് മാധ്യമങ്ങൾ എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്തതെന്ന്, നിഷ്കളങ്കനായ ഒരു പോറ്റി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രൈവസിയിലേക്ക് കടന്നു കയറുന്നു എന്നും പറഞ്ഞ് മാധ്യമങ്ങൾ നടക്കിയ നറേഷനെ ഇവിടുത്തെ പൊതുസമൂഹം തള്ളിക്കളഞ്ഞു. പിന്നീട് നിഷ്കളങ്കതയ്ക്കകത്ത് ഒരു കള്ളൻ ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു എന്നുള്ള കാര്യം നമ്മൾ കണ്ടു. അതേപോലെ പത്മകുമാർ, N വാസു, ഇവരെ എല്ലാവരും തന്നെ ഒരു സംശയത്തിൻ്റെ പുറത്തോ അല്ലെങ്കിൽ സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിലോ അറസ്റ്റ് ചെയ്തതാണ്. ഇതിന് കുറ്റപത്രം വരട്ടെ. നോക്കൂ, അതേപോലെ കടകംപള്ളി സുരേന്ദ്രൻ ഇത്തരത്തിൽ ഇതിന് കൂട്ടുനിന്നു. ദൈവതുല്യനായ ഒരു വ്യക്തി എന്ന് എങ്ങനെ മൊഴി ചോർന്നു? അതൊക്കെ ചോദ്യമാണ്. മൊഴി എങ്ങനെ മാധ്യമങ്ങൾക്ക് കിട്ടി എന്നുള്ളതാണ് ചോദ്യം. CPM-നല്ലല്ലോ. അപ്പം ഒരു റിപ്പോർട്ടർ ചോദിക്കുന്നുണ്ട്, ദൈവതുല്യൻ എന്ന് പറയുന്നത് കടകംപള്ളി സുരേന്ദ്രനാണോ? അതിന് മറുപടി ഉണ്ടോ? മൊഴിയിൽ അവ്യക്തതയുണ്ട്. കടകംപള്ളി സുരേന്ദ്രനെ എന്തിനാണ് ചോദ്യം ചെയ്തത്? 2019 ആ കാലഘട്ടത്തിൽ അദ്ദേഹം
ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയുന്നതിന് വേണ്ടി വിളിച്ചു വരുത്തി. ഓക്കെ, അതിനെ ചോദ്യം ചെയ്യലെന്ന് പറയാം. SIT സംഘം ഇപ്പോൾ ഇവിടെ ഒരു കൊലപാതകം നടക്കുന്നു. അല്ല, ഈ N വാസുവും പത്മകുമാർ അടക്കമുള്ളവർ ആരോപണ വിധേയമായി അറസ്റ്റ് ചെയ്യപ്പെട്ടവരാണ്, തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടതാണ് എന്ന് ലാഘവത്തോടെ പറഞ്ഞു നിർത്തുമ്പോൾ അവർക്ക് ചിലപ്പോൾ അതിൽ പങ്കുണ്ടാകാം, ചിലപ്പോൾ പങ്കുണ്ടാകില്ല എന്നാണോ പറഞ്ഞിരിക്കുന്നത്? തീർച്ചയായും ശിക്ഷിക്കപ്പെടണം എന്നുള്ളത് തന്നെയാണ് നമ്മളുടെ ഒരു ഡിപ്ലോമാറ്റിക് ആൻസറുകൾക്ക് ഇവിടെ സ്ഥാനമില്ല കെവിൻ. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ ശിക്ഷിക്കപ്പെടണം. അത് എല്ലാ കേസിലും നമ്മൾ അതൊരു പീഡന കേസ് ആയിക്കോട്ടെ, കൊള്ള ആയിക്കോട്ടെ, കവർച്ചയോ എന്തോ ആയിക്കോട്ടെ, അതിന്റെ അവസാനം നമ്മൾ എല്ലാം പറഞ്ഞു നിർത്തുന്ന കാര്യമാണ് തെറ്റ് ചെയ്തെങ്കിൽ ശിക്ഷിക്കപ്പെടട്ടെ. പക്ഷെ ഇപ്പോൾ ഇവിടുത്തെ ചോദ്യം അവർ തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ്. തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് പറയാൻ നമ്മൾ ഇവിടുത്തെ മാധ്യമങ്ങൾ ആരാണ്? ഇവിടുത്തെ പരമോന്നത നീതിപീഠമായ കോടതിയിലും എത്താത്തൊരു കേസ്, അതിന്റെ കുറ്റപത്രം. അപ്പോൾ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളൊരു സാധ്യതയും അവിടെ ബാക്കി നിൽക്കുകയാണ്. അല്ലാതെ ഒരു കോൺസ്പിറസി, ഗൂഢാലോചന ആയിരിക്കാം, അല്ലെങ്കിൽ ഇതിൽ നേരിട്ട് പങ്കുണ്ടായിരിക്കാം. ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ അതെ. അപ്പോൾ CPM പ്രവർത്തകർക്കെതിരെ ഒരു ഗൂഢാലോചന നടത്തി എന്നിരിക്കട്ടെ. അപ്പോൾ SIT സംഘത്തിൽ തന്നെ 2 CPM അനുഭാവികൾ ഉള്ള സ്ഥിതിക്ക് ഇതിന്റെ സത്യങ്ങൾ പുറത്തു വരണ്ടേ? അപ്പോൾ ഈ അന്വേഷണം വളരെ ദ്രുതഗതിയിൽ നടത്തി ഒരു സത്യം പുറത്തു കൊണ്ടുവരുന്ന ഒരു തലത്തിലേക്ക് പോകണ്ടേ? എന്റെ ഒരു കാഴ്ചപ്പാടിൽ എനിക്ക് തോന്നുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള ഡ്രാഗിംഗ് ആണ് ഇപ്പോൾ നടക്കുന്നത്. തെരഞ്ഞെടുപ്പിന് ശേഷമായിരിക്കും ഇതിന്റെ അന്തിമ കാര്യങ്ങളെല്ലാം പുറത്തു വരുന്നത്. ഇത് ഒരു മനഃപൂർവ്വമായി ഡിലേ ചെയ്യിക്കുന്ന ഒരു രീതി തോന്നുന്നില്ലേ? അതിലൊരു സാധ്യത ഞാൻ പറയട്ടെ. ഇപ്പോൾ ആഭ്യന്തര വകുപ്പിനോ അല്ലെങ്കിൽ പിണറായി വിജയനോ നേരിട്ട് SIT സംഘത്തിനടുത്ത് അറസ്റ്റ് ചെയ്യരുത്, ആജ്ഞാപിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമില്ല. ഹൈക്കോടതി നേരിട്ട് മോണിറ്റർ ചെയ്യുന്ന ഒരു സംവിധാനത്തെ എങ്ങനെ ഗവൺമെന്റ് നോക്കൂ ഇപ്പോൾ ഹൈജാക്ക് ചെയ്യാൻ പറ്റും? നോക്കൂ, മറ്റൊരു കാര്യം, ഇപ്പോൾ ആഭ്യന്തര വകുപ്പ് ഒരു ജുഡീഷ്യൽ അന്വേഷണമാണ് പ്രഖ്യാപിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ മേഘ ഉൾപ്പെടെ അല്ലെങ്കിൽ ഇവിടുത്തെ മറ്റ് മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ളവർ പറയുന്ന കാര്യത്തെ ഹൈജാക്ക് ചെയ്യാൻ പറ്റുന്നത് ഇവിടുത്തെ ഒരു നീതിന്യായ സംഹിതയുടെ ഭാഗമായിട്ടുള്ള ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന ഒരു അന്വേഷണത്തെ അതിൽ സംശയദൃഷ്ടിയോടുകൂടി നോക്കുക എന്ന് പറയുന്നത് ഹൈക്കോടതിയെ തന്നെ സംശയത്തിന്റെ നിഴലിൽ നിർത്തുന്നതാണ്. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ ഈ വിഷയം ഒരു പ്രാവശ്യം നാടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് ദിലീപിന് എതിരെ വന്ന ഒരു വിധി പകർപ്പിനെ എടുത്തു വെച്ച് ആ വിധിയെ പറയാം, അല്ലെങ്കിൽ ആ ജഡ്ജിയെ നേരിട്ട് ആക്രമിക്കുന്ന നിലയിലേക്ക് പോകാൻ കഴിയില്ല. അപ്പോൾ ഹൈക്കോടതിയിലുള്ള വിശ്വാസം ഇവിടുത്തെ ജനങ്ങൾക്ക് അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകർക്ക് നഷ്ടപ്പെടുകയാണോ എന്നൊരു ചോദ്യം ഇവിടെ അവശേഷിക്കുന്നുണ്ട്. ഉറപ്പായും അതെ. കാരണം ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടന്നു എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ലല്ലോ. അവിടെ സ്വർണ്ണക്കൊള്ള നടന്നിട്ടുണ്ട്. ദ്വാരപാല ശില്പങ്ങളിലെ പാളികൾ, അതുപോലെ തന്നെ പീഠം, കട്ടിളപ്പാളികൾ, അതുപോലെ തന്നെ വ്യാളി രൂപം, ശിവരൂപം, അങ്ങനെ പല സാധനങ്ങളും അവിടെ നിന്ന് കടത്തിക്കൊണ്ടുപോയിട്ടുണ്ട്. അതുപോലെ തന്നെ പഞ്ചലോഹ വിഗ്രഹങ്ങളും അവിടെ നിന്ന് പോയിട്ടുണ്ട്. അതിൽ സംശയമൊന്നുമില്ല. അപ്പോൾ ആ സാധനങ്ങൾ ഇപ്പോൾ എവിടെ? അത് ആർക്ക് കൈമാറി? എന്തൊക്കെ സാമ്പത്തിക നേട്ടം അല്ലെങ്കിൽ ബാക്കിയുള്ള സാമൂഹികപരമായ നേട്ടങ്ങൾ അവർ ഉണ്ടാക്കി? ഈ സാധനങ്ങൾ ഇപ്പോൾ എവിടെ? ഇത്രയും ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാത്ത പക്ഷം എന്തായാലും ഭരണപക്ഷത്തിരിക്കുന്ന ആൾക്കാരെയും അതുപോലെ തന്നെ SIT സംഘത്തെയും അല്ലേ പൊതുജനം ചോദ്യം ചെയ്യേണ്ടത്? അല്ല, നോക്കൂ, അതിലൊരു മറ്റൊരു കാര്യമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇതെവിടെ കൊണ്ടുവന്ന് വിറ്റു എന്ന് പറയുന്നത് SITയുടെ ഇപ്പോൾ ചെന്നൈ സ്വദേശിയായ D മണിയെ ചോദ്യം ചെയ്യാനും കണ്ടുപിടിക്കാനായിട്ട് നടന്നു. ഇതിപ്പോൾ രാജ്യാന്തര നിലവാരത്തിലേക്ക് വരുന്നൊരു കേസായി മാറിയിരിക്കുകയാണ്. ഇപ്പോൾ കേന്ദ്ര ഏജൻസികളായിട്ടുള്ള EDO അല്ലെങ്കിൽ CBI ഉൾപ്പെടെയുള്ളവർ വന്ന് അന്വേഷിച്ചാൽ മാത്രമേ നോക്കൂ, കേരളത്തിനകത്താണ് വിറ്റതെങ്കിൽ കണ്ടുപിടിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ ഇവിടുത്തെ CPMകാർ ആലോചിക്കുന്നത് പോലെ, അല്ലെങ്കിൽ സോണിയാഗാന്ധി വഴി ഇത് ഇറ്റലിയിലേക്ക് കടത്തി അവിടുത്തെ പുരാവസ്തു കേന്ദ്രത്തിലാണ് ഇത് വിറ്റതെങ്കിൽ ആ SITക്ക് എങ്ങനെ കണ്ടെത്താൻ പറ്റും? ഇറ്റലിയിലേക്ക് ഒരു ഫ്ലൈറ്റ് പോട്ടെ എന്നൊരു സാഹചര്യമേ പറയാൻ പറ്റൂ. അപ്പോൾ അവർക്ക് കുറച്ച് കൃത്യമായ പരിധികൾ നിശ്ചയിച്ച് നൽകിയിട്ടുണ്ട്. അതിനകത്ത് നിർത്തിക്കൊണ്ടുള്ള അന്വേഷണം. പക്ഷെ നിങ്ങൾ ആരും ചോദ്യം ചെയ്യാതെ ഇപ്പം കടകംപള്ളി അറസ്റ്റ് ചെയ്തു എന്ന് പറയുന്നു, N വാസുവിനെ അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞു. ഇപ്പോഴത്തെ സൈഡിലേക്ക് നോക്കൂ, ഈ കോൺഗ്രസ്സുകാർ ഇത് പറയുമ്പോൾ തന്നെ ഞാൻ വ്യക്തിപരമായി എടുക്കണം, പാർട്ടിപരമായി എടുക്കണ്ട. അതായത് ആന്റണിയുടെ പേരിലും അതേപോലെ അടൂർ പ്രകാശിന്റെ പേരിലും ഒക്കെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഒരു ഫോട്ടോയുടെ പേരിലാണല്ലോ ബഹുമാനപ്പെട്ട നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രി ആദരണീയനായ പിണറായി വിജയനെ വക്രീകരിച്ച് കാണിക്കാനുള്ള ശ്രമങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഞാൻ പൂർത്തിയാക്കട്ടെ. അപ്പോൾ ഈ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യാൻ SIT വിളിക്കുമെന്നുള്ള വാർത്തകൾ കണ്ടിരുന്നു. രണ്ടാമത്തെ സാഹചര്യത്തിൽ ആന്റണി എങ്ങനെയാണ് സോണിയാഗാന്ധിയുമായിട്ടുള്ള ബന്ധം, ഇതെല്ലാം തന്നെ അന്വേഷണ പരിധിയിൽ വരേണ്ടതല്ലേ? സ്വർണം കട്ടിട്ടുണ്ടെങ്കിൽ ആരായാലും പിടിക്കപ്പെടണം. അതുപോലെ CPM കട്ടിട്ടുണ്ടെങ്കിൽ CPM നേതാക്കൾ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർ ശിക്ഷിക്കപ്പെടണം. കോൺഗ്രസ് ആയാലും വിശ്വാസികളുടെ അവകാശങ്ങളെ സംരക്ഷിക്കുന്ന തരത്തിൽ ഹൈക്കോടതിയുടെ ഒരു ഉത്തരവ് വരാനായിട്ട് ഇലക്ഷന് മുമ്പ് ജനങ്ങൾ കാത്തിരിക്കുകയാണ്. അപ്പോൾ CPM അധികാരത്തിലിരിക്കുമ്പോൾ ഇത്രയധികം കോൺഗ്രസ് നേതാക്കൾ, സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ള ദേശീയ നേതാക്കൾ അടക്കം ശബരിമലയിൽ ഇത്തരം സ്വർണ്ണക്കൊള്ള നടത്തിയിട്ട്
കയ്യും കെട്ടി നോക്കി നിന്ന CPM പ്രവർത്തകരോട് ചോദ്യം ഉന്നയിക്കേണ്ട ബാധ്യത ഞാനടക്കമുള്ള മാധ്യമ പ്രവർത്തകർ. തീർച്ചയായിട്ടും. അതായത് അപ്പോൾ ഇതിൽ തുല്യ പങ്കാളികളാണെന്ന് മനസ്സിലാക്കാം. ഇപ്പൊ താങ്കൾ പറഞ്ഞ പോലെ അടൂർ പ്രകാശിനും സോണിയാഗാന്ധിക്കും ആന്റോ ആന്റണിക്കും ഒക്കെ ഇതിൽ പങ്കുണ്ടെങ്കിൽ അതിൽ ഒപ്പിട്ട് സഹായിച്ച കടകംപള്ളി അടക്കമുള്ള നേതാക്കളും കുടുങ്ങേണ്ടിയിരിക്കുന്നു. ഞാൻ ചോദിക്കുന്നു, അതുമായി ബന്ധപ്പെട്ട് ഈ സ്വർണം കടത്തിയതുമായി ബന്ധപ്പെട്ട രേഖകളിലാണ് കടകംപള്ളി ഒപ്പിട്ടുന്നതിനെ പറ്റി ഒരു അവ്യക്തമായ ഒരു രേഖ മാത്രമേ. അതെ, ശരി. അപ്പോൾ തെളിവുകളെല്ലാം പുറത്തു വരട്ടെ. തെളിവുകൾ വന്നതിന് ശേഷം ഇതിനെപ്പറ്റി കൂടുതൽ വിശദീകരണങ്ങൾ നൽകാം.